നമുക്ക് ഇതിലുള്ള ആൾക്കാരെ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ് ഓഫ് ഫ്ലവർ, കൂട്ടുകാരൊക്കെയാണ്? അപ്പോ പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നവർ, പരാഗണത്തിന് ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് കൂട്ടുകാർ എന്ന് നമ്മൾ വിളിച്ചത്. ഓക്കെ, ഇൻസെക്ട്സും ബേർഡ്സും നമ്മൾ പറഞ്ഞു അല്ലെ, പ്രാണികളും പക്ഷികളും പൂക്കളുടെ അടുത്തേക്ക് വരും. അവർ എന്ത് സഹായമാണ് പൂക്കൾക്ക് കൊടുക്കുന്നത്? പൂക്കളുടെ രാജാവ് അവിടെ ഇരിക്കണ്ടല്ലോ, പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ, പരാഗരേണിന്റെ ഉള്ളിൽ രാജാവ് ഇരിക്കുന്നുണ്ട്, മെയിൽ ഗാമേറ്റ്സ് ഇരിക്കുന്നുണ്ട്. ആ മെയിൽ ഗാമേറ്റ്സ് ഒന്നില്ലെങ്കിൽ മറ്റേ മൂക്കില് പറ്റിപ്പിടിക്കും, മൂക്കില് ചുണ്ടില് ഒക്കെ പറ്റിപ്പിടിക്കും, അല്ലെങ്കിൽ കാലിൽ പറ്റിപ്പിടിക്കും, അല്ലെങ്കിൽ ശരീരത്തിൽ പറ്റിപ്പിടിക്കും. എന്നിട്ട് അത് വെച്ചോണ്ട് അടുത്ത പൂവിൽ പോകുമ്പോഴേക്കും ആ പോളൻ ഗ്രെയിൻ താഴെ വീഴും. എന്നിട്ട് അത് എവിടെ താഴെ വീഴും? പരാഗണ സ്ഥലം, സ്റ്റിഗ്മയിൽ താഴെ വീഴും അല്ലെ, സ്റ്റിഗ്മയിൽ താഴെ വീഴും. അപ്പൊ ഇതൊരു പൂവാണ്, പെൺപൂവാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയുണ്ട്? ഇവിടെ ഒരു ഇതിന്റെ അകത്ത് ഒരു ഓവ്യൂൾ ഉണ്ട്, അതുപോലെ ഒരു സ്റ്റൈൽ ഉണ്ട്. ഇത് പരാഗണ സ്ഥലം, ഇങ്ങനെ ഒരു പരാഗണ സ്ഥലമുണ്ട്. ഓക്കെ, ഇതൊരു ആൺപൂവാണ്. അപ്പൊ ആൺപൂവ് ഇവിടെ ഇരിക്കട്ടെ, ആൺപൂവ്. അപ്പൊ ആൺപൂവില് ആൻഥർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ഒരു തുമ്പി ഇവിടെ വന്നത്. ഓക്കെ, അയ്യോ തുമ്പി എങ്ങനെ വരയ്ക്കും ഈശ്വര? ഓക്കെ, എന്താണെങ്കിലും എനിക്ക് ഭയങ്കര മോശമാണ്. ഇത് ബട്ടർഫ്ലൈ ആണെന്ന് നിങ്ങൾ അങ്ങ് സങ്കല്പിച്ചോ. ഓക്കെ, അപ്പൊ ഇതിന്റെ കാലില് ഇത് പോയി ഇവിടെ ഇരിക്കും, ഇവിടെ പോയി ഇരിക്കും. അപ്പൊ ഇതിന്റെ കാലിന് മുഴുവൻ പൂമ്പൊടി പറ്റിപ്പിടിക്കും. എന്നിട്ട് ഇതിങ്ങനെ പറന്ന് സ്റ്റിഗ്മയുടെ മുകളിൽ വന്ന് വീഴുമ്പോ ഈ പോളൻ ഗ്രെയിൻസ് മുഴുവനും ഇവിടേക്ക് വീഴും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ പക്ഷി അങ്ങോട്ട് പോവാണ്? ഞാൻ നിന്നെ സഹായിക്കാം ചേട്ടാ എന്ന് പറഞ്ഞിട്ടാണോ പക്ഷി അതിന്റെ അടുത്തേക്ക് ഇവിടെ? അല്ല, for selfish reasons. Insects and birds are primarily attracted by flower, attracted to the flower for food. ഭക്ഷണത്തിന് വേണ്ടിയാണ് പൂക്കളുടെ അടുത്തേക്ക് പോകുന്നത്. ഭക്ഷണത്തിന്, പ്രാണികളും പക്ഷികളും പ്രധാനമായും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. ചില പ്രാണികള് കുഞ്ഞുങ്ങളെ പോയി മറ്റേ മുട്ടയിടാനായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ടും പൂക്കളുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് മുട്ടയിടും. പ്രാണികൾ പ്രത്യേകിച്ചും പ്രജനന ആവശ്യത്തിന്, അതായത് മുട്ടയിടാനായിട്ട് പ്രജനന ആവശ്യങ്ങൾക്ക് കൂടിയിട്ട് പൂക്കളെ ആശ്രയിക്കില്ല. ആഹാരത്തിന്, തേനിന് വേണ്ടി മാത്രമല്ല. ചിലര് പൂമ്പൊടി കഴിക്കും, പ്രാണികള് അതുപോലെ തന്നെ നമ്മുടെ പക്ഷികള്, ബേർഡ്സും പൂമ്പൊടി കഴിക്കും, പോളൻ ഗ്രെയിൻസിനെ കഴിക്കും, കുറച്ച് സീഡ് എടുത്ത് കഴിക്കും, കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കും, മറ്റേ ഫലങ്ങൾ എടുത്ത് കഴിക്കും, പഴങ്ങൾ എടുത്ത് കഴിക്കും. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, പൂക്കളുടെ അടുത്തേക്ക് പോകുന്നത്. സോ ദേ മെയിൻലി ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് primarily go for food. Insects also use the flower for breeding purposes. അതായത് മുട്ടയിടാനായിട്ട്, പ്രജനന ആവശ്യങ്ങൾക്കും പൂക്കളെ ആശ്രയിക്കാറുണ്ട്. അപ്പൊ ഫ്ലവേഴ്സ് എന്താണ് കൊടുക്കുക? പൂക്കൾ എന്താണ് കൊടുക്കുക? നെക്ടർ, തേൻ കൊടുക്കും. ആൻഡ് പൂമ്പൊടി കൊടുക്കും, പോളൻ കൊടുക്കും. നെക്ടർ, തേൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അമൃതം കൊടുക്കും എന്നാണ്. അമൃതവും കൊടുക്കും, പൂമ്പൊടിയും കൊടുക്കും. ഭക്ഷണത്തിനായിട്ട് അമൃതം കൊടുക്കും, പൂമ്പൊടിയും കൊടുക്കും. അതുകൊണ്ട് പൂക്കൾ കുറെ പൂമ്പൊടി ഉണ്ടാക്കും. കാരണം നിങ്ങൾ കുറച്ച് കഴിക്കുക, ബാക്കിയുള്ളത് അപ്പുറത്ത് കൊണ്ടുപോയിട്ടിട് എന്നാണ് പറയാ. അപ്പുറത്തെ ചെടിയിൽ കൊണ്ടുപോയിട്ടിട്, അപ്പുറത്തെ പൂവിൽ കൊണ്ടുപോയിട്ടിട് എന്നാണ് പറയാ. അപ്പൊ ഫ്ലവേഴ്സ് പ്രൊവൈഡ് നെക്ടർ ആൻഡ് പോളൻ വിച്ച് സെർവ് ആസ് സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ. ആഹാരത്തിനായിട്ട് പൂക്കള് ഇവർക്ക്, പക്ഷികൾക്കും ഇവർക്കും, പ്രാണികൾക്ക് അമൃതും പൂമ്പൊടിയും നൽകുന്നു. അപ്പൊ തിരിച്ച് എന്ത് ചെയ്യും? തിരിച്ച് അല്ല, അപ്പൊ ഇൻസെക്ട്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രാണികൾക്ക് വേണ്ടിയിട്ട് പൂക്കൾ ഇനി ഒരു സാധനം കൂടി ചെയ്യും. നിങ്ങൾ മുട്ട വന്ന് ഇട്ടോ, എന്റെ മേത്ത്, എന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് മുട്ട ഇട്ടോ എന്ന് പറയും. അപ്പൊ പൂക്കൾ മുട്ടയിടാനുള്ള സ്ഥലങ്ങള് പ്രാണികൾക്ക് നൽകുന്നു. അപ്പൊ ഇതൊക്കെയാണ് അങ്ങോട്ട് ചെയ്യുന്ന ഉപകാരങ്ങള്. അപ്പൊ ഇത് മാത്രല്ല നമ്മള് പൂക്കള് ഇതൊന്നും വായ തുറന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് പൂക്കൾ എന്ത് ചെയ്യും? നല്ല സുന്ദരമായിട്ട് ഒരുങ്ങി നിൽക്കും. പല നിറങ്ങളിൽ, പല വർണ്ണങ്ങളിൽ, പല പാറ്റേണുകളിൽ, പല മണങ്ങളിൽ അവര് ഇങ്ങനെ ഒരുങ്ങി നിൽക്കും. ഇത് പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ, ക്രൂഷ്യൽ റോൾ ഇൻ അട്രാക്ടിങ് ദം. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. അപ്പൊ ഇത് കണ്ട്, ഈ നിറം കണ്ട്, ഈ മണം കേട്ട് ആകർഷിക്കപ്പെട്ടിട്ടാണ്, നല്ല അട്രാക്റ്റഡ് ആയിട്ടാണ് ഇൻസെക്ട്സും ബേർഡ്സും വരുന്നത്. എന്നിട്ട് പോളൻ കുറച്ച് കഴിക്കും. അതുപോലെ തന്നെ ചിലര് തേൻ കുടിക്കും, അമൃത് കുടിക്കും എന്ന് പറയാം. തേൻ കുടിക്കും, ഹണി കുടിക്കും, നെക്ടർ ഓർ ഹണി അത് കുടിക്കും. അത് കഴിഞ്ഞിട്ട് ചിലർ മുട്ട പോയിട്ടിടും, ചില ഇൻസെക്ട്സ്, പ്രാണികൾ പോയി മുട്ടയിടും. എന്നിട്ട് ബാക്കിയുള്ള പോളൻ ഗ്രെയിൻസ് മേത്തൊട്ടി പിടിച്ചിരിക്കുന്ന വേറൊരു ചെടിയിൽ പോകുമ്പോഴത്തേക്ക് അത് അവിടെ മനഃപൂർവ്വം ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ തനിയെ നടക്കുന്നതാട്ടോ. അല്ലാതെ ഓക്കെ ഞാൻ ഇവിടെ നിന്നും പോളൻ എടുത്ത് കൊറിയർ സർവീസ് പോലെ ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ടിരുന്നു, അങ്ങനെയൊന്നും അല്ല നടക്കണേ. ഇതൊക്കെ
അങ്ങ് നടന്നു പോകുന്നതാണ്. ഓക്കെ, അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്ന സാധനങ്ങളല്ല. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ടു ഗെറ്റ് അട്രാക്റ്റഡ് ടു ദ ഫ്ലവർ? എന്തുകൊണ്ടാണ് പ്രാണികളും പക്ഷികളും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ് ആർ പ്രൈമറിലി അട്രാക്റ്റഡ് ഫോർ ഫുഡ്സ്. ഭക്ഷണത്തിന് പ്രാണികളും പക്ഷികളും പ്രധാനമായും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇൻസെക്ട്സ് ആർ അട്രാക്റ്റഡ് ഫോർ ബ്രീഡിംഗ് പർപ്പസസ്. പ്രാണികൾ പ്രത്യേകിച്ചും പ്രജനന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൂക്കളെ ആശ്രയിക്കുന്നത്. അതായത് മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് മറ്റേ പൂക്കളിലേക്ക് പോകുന്നത്. അപ്പൊ ഫ്ലവേഴ്സ് എന്ത് ചെയ്യും? ഫ്ലവേഴ്സ് പ്രൊവൈഡ് them with nectar and pollen which serve as nutrition. For insects, flower also offer place to lay their eggs. പൂക്കള് പ്രാണികൾക്കും അതുപോലെ പക്ഷികൾക്കും അമൃതും പൂമ്പൊടിയും നൽകുന്നു. ആഹാരത്തിനായിട്ട് അവരത് ഉപയോഗിക്കും. തിരിച്ച് പൂക്കളിൽ പരാഗണം നടക്കാൻ അവ കാരണമാകുന്നു. ഇത് കാരണമാണ് പോളിനേഷൻ നടക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പരാഗണം നടക്കുന്നത്. പ്രാണികൾക്ക് മുട്ടയിടാനുള്ള സ്ഥലം ഓൾസോ പൂക്കൾ നൽകുന്നു. കൂടാതെ എന്താ പറഞ്ഞ, അഡീഷണലി ബ്രൈറ്റ് കളേഴ്സ്, പാറ്റേൺസ് ആൻഡ് മണം, സെന്റ് ഓഫ് ദ ഫ്ലവർ പ്ലേ എ വെരി ഇമ്പോർട്ടന്റ് റോൾ, ക്രൂഷ്യൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ടു അട്രാക്ട് ദ ഇൻസെക്ട്സ് ആൻഡ് ബേർഡ്സ്. ഈ പറയുന്ന പൂക്കളുടെ ആകർഷണീയമായ നിറങ്ങളും പാറ്റേണുകളും സുഗന്ധവും ഇവരെ പക്ഷികളെയും പ്രാണികളെയും ആകർഷിക്കുന്നതിൽ വലിയ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട്സ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോളിനേഷൻ എങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടു. എബയോട്ടിക് ഫാക്ടേഴ്സും അതേപോലെ തന്നെ ബയോട്ടിക് ഫാക്ടേഴ്സും കാരണം അതിലുള്ള രണ്ടുപേരെ ഓൾസോ നമ്മൾ പഠിച്ചു. ഇനി പോളിനേറ്റേഴ്സ്, നമ്മൾ ഈ പറഞ്ഞില്ലേ, പരാഗരേണുക്കളെ വഹിച്ചുകൊണ്ട് പോകുന്നത്, അത് ആരും ആയിക്കോട്ടെ, ബയോട്ടിക്കോ എബയോട്ടിക്കോ, അജീവിയമോ ജീവിയമോ ആയിക്കോട്ടെ, അവരെ പോളിനേറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയാ. സോ whatever factor helps in transfer of pollen grains, ആരാണോ പരാഗരേണുക്കളെ പരാഗണ സ്ഥലത്ത് കൊണ്ടിടാനായി സഹായിക്കുന്നത്, അവരെ പോളിനേറ്റേഴ്സ് എന്ന് പറയും. പോളിനേറ്റേഴ്സ് രണ്ട് തരത്തിലാണുള്ളത്, അജീവിയവും ഉണ്ട് ജീവിയവും ഉണ്ട്. എബയോട്ടിക് പോളിനേറ്റേഴ്സ് ആർ ദർ, ബയോട്ടിക് പോളിനേറ്റേഴ്സ് ആർ ദർ. എബയോട്ടിക് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കാറ്റ്, അതുപോലെ വിൻഡ്. വാട്ടർ ആൻഡ് വിൻഡ് ആർ എബയോട്ടിക് പോളിനേറ്റേഴ്സ്. ബയോട്ടിക് പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻസെക്ട്സ്, പ്രാണികള്, പക്ഷികൾ, ബേർഡ്സ്, അതുപോലെ തന്നെ മാമൽ, സസ്തിനികൾ, ഇതൊക്കെ ബയോട്ടിക് പോളിനേറ്റേഴ്സ് ആണ്. പോളിനേറ്റേഴ്സ് ആരാണ്? പോളിനേറ്റേഴ്സ് എന്ന് പറയുന്ന പരാഗണകാരികൾ, പരാഗണത്തിന് കാരണമായിരിക്കുന്നവർ, പരാഗണകാരികൾ എന്ന് പറയുന്നത് പരാഗരേണുക്കളെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നത്, പോളൻ ഗ്രെയിൻസിനെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നത്. നമുക്ക് നോക്കാം. ഡു പ്ലാന്റ്സ് പോളിനേറ്റഡ് ഇൻ ദിസ് വേ? ഏത് വേ? വിൻഡ് കാരണം പോളിനേറ്റഡ് ആവുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിൻഡ് ആൻഡ് വാട്ടർ കാരണം പോളിനേറ്റഡ് ആവുന്നവർക്ക് നല്ല നിറവും നല്ല മണവും അതുപോലെ തേനും മറ്റേ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ടോ? അതായത് ഒരു പൂവ് എന്തിനാണ് നല്ല നിറം ഉണ്ടാവുന്നത്? സോ ദാറ്റ് ചിത്രശലഭം വരാൻ വേണ്ടിയിട്ട്, പ്രാണികൾ വരാൻ വേണ്ടിയിട്ട്, എന്നിട്ട് പ്രാണികളുടെ മേത്ത് പോളൻ ഗ്രെയിൻസ് പൂശി വിടും. അതിനു വേണ്ടിയിട്ട്, വാടോ എന്നിട്ട് ഞാൻ പൂശി വിടട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വിൻഡ് എപ്പോഴും ഉണ്ട്. എങ്ങനെ പോയാലും കാറ്റ് വരും, എങ്ങനെ പോയാലും മഴ പെയ്യും, അല്ലെ? അപ്പൊ ഈ കാറ്റും വെള്ളമാണെങ്കിൽ പൂക്കള് തീരുമാനിക്കും, നിങ്ങൾ വരണ്ട ചിത്രശലഭമേ, നീ വരണ്ട, എനിക്ക് തേനില്ല, എനിക്ക് വേണ്ട, കാരണം ഞാൻ കാറ്റത്ത് കൂടി പറന്നു പൊക്കോളാം, വെള്ളത്തിൽ ഒഴുകി നടന്നോളാം, നിങ്ങൾ ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറയും. ഈ രീതിയിൽ കാറ്റിന്റെയും വെള്ളത്തിന്റെയും സഹായത്തോടെ പരാഗണം നടക്കുന്ന സസ്യങ്ങളിൽ പരാഗണകാരികളെ ആകർഷിക്കാനായിട്ട് നിറം, തേൻ, മണം തുടങ്ങിയവരുടെ ആവശ്യമുണ്ടോ? And do plants pollinated in this way require color, nectar, fragrance to attract pollinators? Because wind is not going to be attracted. കാറ്റ് ആരുടെ അടുത്തേക്കൊന്നും വരില്ല. ആ പോകുന്ന പോക്കിന് നിങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അടുത്ത് കൂടി പോവാ. വെള്ളം ആരിലേക്കും അട്രാക്റ്റഡ് ആവില്ല. ഞാൻ പോകുന്ന ഒഴുക്കിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടത്തിൽ കൊണ്ടുപോവാ, അത്രേ ഉള്ളൂ. സോ ഇവർക്ക് വെള്ളത്തിനാലും കാറ്റിനാലും പോളിനേഷൻ, പരാഗണം നടക്കുന്ന സസ്യങ്ങൾക്ക് ഇവരെ ആകർഷിക്കാനായിട്ട് തിളക്കമുള്ള നിറങ്ങളുടെയോ അല്ലെങ്കിൽ തേനിന്റെയോ അമൃതിന്റെയോ സുഗന്ധത്തിന്റെയോ മണത്തിന്റെയോ ഒന്നിന്റെയോ ആവശ്യമില്ല. ഇല്ല, വെള്ളത്തിനാലും കാറ്റിനാലും പരാഗണം നടക്കുന്ന സസ്യങ്ങൾക്ക് പരാഗണകാരികളെ ആകർഷിക്കാൻ സാധാരണ തിളക്കമുള്ള നിറങ്ങളോ അമൃതിന്റെയോ സുഗന്ധത്തിന്റെയോ ആവശ്യമില്ല.
No, plants pollinated by water and wind typically do not require any factors like bright colors, nectar and fragrance to attract the pollinators. Okay. പക്ഷെ നമ്മൾ ഇത്തിരി മുന്നേ പഠിച്ചു, കാറ്റില് പരാഗരേണുക്കൾ പോകണമെങ്കിൽ ഫോർ ദ വിൻഡ് ടു ക്യാരി പോളൻ ഗ്രെയിൻസ് അവർക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, അവർക്ക് ഭാരം കുറവായിരിക്കണം, അവർക്ക് വെയിറ്റ് കുറവായിരിക്കണം. കാറ്റത്ത് പറന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഭാരം കുറവായിരിക്കണം. ഇത്രയും മനസ്സിലായോ? പരാഗണകാരികളെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചു. വാനിലേനെ പറ്റിയിട്ട് നമുക്ക് വായിക്കാനുണ്ട്. വാനില എന്ന് പറയുന്നത് നല്ല മണമുള്ള സാധനം. വാനില ഐസ്ക്രീം ഒക്കെ നിങ്ങൾ കഴിക്കാറില്ലേ? അപ്പൊ അതൊരു പൂവാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ഓൾസോ കൃഷി ചെയ്യുന്നുണ്ട്. ടീച്ചർ മേഘാലയയിൽ പോയപ്പോഴത്തേക്ക് അവിടെ വാനിലയുടെ ചെടി ഉണ്ടായിരുന്നു. അപ്പൊ വർഷത്തില് 6 മണിക്കൂറാണ് ഇതിന് ഒരു ശരിക്കും ഫെർട്ടിലൈസേഷൻ വിൻഡോ എന്ന് പറയുന്നത്. അതായത് പരാഗണം നടക്കുന്നത് 6 മണിക്കൂറിന്റെ സമയത്താണ്. പക്ഷെ ഇതിൽ പരാഗണം നടക്കണമെങ്കിൽ, അതായത് മെയിൽ ഗാമേറ്റിനെ ആൺബീജത്തിനെ പെൺബീജത്തിൽ കൊണ്ടിടണമെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള തേനീച്ച വേണം. പക്ഷേ ഇത് മറ്റേ വാനില എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിൽ ജനിച്ച ഒരു ചെടിയാണ്, തെക്കേ അമേരിക്കയിൽ ജനിച്ച ഒരു ചെടിയാണ്. അവിടെ മാത്രമേ ആ തേനീച്ചയുള്ളൂ. ആ തേനീച്ച ഇവിടേക്ക് വരൂല്ല. ക്ഷണിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ലെറ്റർ ഒക്കെ കൊടുത്തിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മൈൻഡ് ചെയ്തില്ല, ആ തേനീച്ച ഇവിടേക്ക് വന്നില്ല. അപ്പൊ ഈ തേനീച്ച വരാത്തത് കൊണ്ട് തന്നെ കർഷകര് എടുത്ത് പരാഗണം നടത്തും. കർഷകര് കൈകൊണ്ട് എടുത്തിട്ടാണ് ആക്ച്വലി പരാഗണം, ബ്രഷ് കൊണ്ട് എടുത്തിട്ടാണ്, കൃത്രിമമായിട്ടാണ് പരാഗണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ് നടക്കുക. പക്ഷെ വർഷത്തിൽ 6 മണിക്കൂറേ അതിനായി മറ്റേ ഈ പരാഗണം കറക്റ്റ് നടക്കില്ല. അപ്പൊ ഇവര് വെയിറ്റ് ചെയ്തിരിക്കും, എന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് വാനിലയ്ക്ക് ഭയങ്കര കാശാണ്. മിക്ക നമുക്ക് വാനില എസൻസ് എന്ന് പറയുന്ന കിട്ടുന്ന സാധനങ്ങളും ആർട്ടിഫിഷ്യൽ ആണ്. അതായത് വാനില ചെടിയിൽ നിന്ന് വരുന്നവ പോലും അല്ല. അപ്പൊ കെയർഫുൾ ആയിട്ട് വേണം വാനില എസൻസ് ഒക്കെ വാങ്ങിക്കാനായിട്ട്. ശരിക്കുള്ള പൂവ് ഈ പറയുന്നത് പോലെ കുറച്ചു നേരം മാത്രമേ ആ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടുള്ളൂ. പരാഗണം നടക്കാനുള്ള ഒരു സമയം കുറച്ചു നേരമേ ഉള്ളൂ. അതുകൊണ്ട് ആ സമയം കാത്തിരുന്നിട്ട് കർഷകരെ എടുത്തിട്ട് തേച്ച് ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ട് പോളിനേഷൻ നടത്തണം എന്ന് പറയാം. സോ വാനില ഈസ് എ സ്പൈസ് കൾട്ടിവേറ്റഡ് ഇൻ അർ. അപ്പൊ ഇപ്പൊ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ പ്ലാൻ വിച്ച് ഇസ് നേറ്റീവ് ടു സൗത്ത് അമേരിക്ക. ഇതിന്റെ ജന്മസ്ഥലം, ഈ സസ്യത്തിന്റെ ജന്മസ്ഥലം അമേരിക്കയാണ്. വാനില ഈസ് പോളിനേറ്റഡ് ബൈ എ ടൈപ്പ് ഓഫ് ബി. ഒരു പ്രത്യേക തരം തേനീച്ച ആണ് ഇതിൽ പരാഗണം നടത്താനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ that bee is not seen in our place. ഈ ഒരു തേനീച്ച നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ the farmers produce seeds by artificially pollinating the flowers. അതുകൊണ്ട് തന്നെ കർഷകർ എന്ത് ചെയ്യും? കൃത്രിമമായി പരാഗണം നടത്തും. ആൺ പോളൻ ഗ്രെയിൻസിനെ ബ്രഷ് കൊണ്ട് എടുത്തിട്ട് പെൺപൂവിന്റെ മുകളിൽ സ്റ്റിഗ്മയിൽ തേച്ചു വിടും. കൃത്രിമമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കൃത്രിമം എന്ന് പറയും. ആർട്ടിഫിഷ്യൽ, നാച്ചുറലി അല്ലല്ലോ നടക്കുന്നത്, പ്രകൃതിപരമായിട്ടല്ലല്ലോ നടക്കുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യലി, കൃത്രിമമായി ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ദ ഫ്ലവേഴ്സ്. ഫാമേഴ്സ് സീഡുകൾ ഉണ്ടാക്കും. കൃത്രിമമായി പരാഗണം നടത്തിയാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. വായിക്കാനുള്ള കാര്യമായിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് വാനിലയുടെ പൂവം, അതുപോലെ വാനിലയുടെ തണ്ടും. ഇനി പഠിക്കാനുള്ളതാണ് സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷൻ. അതിന് സ്വപരാഗണവും പരപരാഗണവും. അപ്പൊ ഇതിൽ നോക്കട മക്കള്, നമുക്ക് മൂന്ന് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, 3 പടങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തതിൽ എന്താണ്? ആദ്യത്തിൽ എന്ന് പറയുന്നത് പരാഗരേണുക്കൾ അതേ പൂവിൽ പതിക്കുന്നു. പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ടു ദ സെയിം ഫ്ലവർ. നമ്മൾ ചെമ്പരത്തി പൂവിൽ കണ്ടില്ലേ? ചെമ്പരത്തി പൂവിൽ കണ്ടതുപോലെ ഇവിടെ കുറെ പരാഗി ഉണ്ട്. ഈ പരാഗി, അത് ആന്തർ ഉണ്ട്. ആന്തർ പൊട്ടുമ്പോൾ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. ഇവിടെയാണ് സ്റ്റിഗ്മ ഉള്ളത്. ഇവിടെ സ്റ്റിഗ്മ വെൽവെറ്റ് പോലെ. ഈ പോളൻ ഗ്രെയിൻ, ഇത് പച്ച കളറിൽ വരയ്ക്കാം. സ്റ്റിഗ്മ, ഇതാണ് സ്റ്റിഗ്മ, ഇത് സ്റ്റിഗ്മ. ഈ സ്റ്റിഗ്മയിൽ പോയിട്ട് പോളൻ ഗ്രെയിൻസ് വീഴും. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഒരേ ചെടിയിൽ 2 പൂക്കളുണ്ട്. ഇവിടെ നിന്നും പോളൻ ഗ്രെയിൻസ്, അതായത് പരാഗരേണുക്കൾ പറന്ന് വന്ന് ഇവിടത്തെ പരാഗണ സ്ഥലത്ത് വീഴും. അതായത് ഇവിടത്തെ സ്റ്റിഗ്മയിൽ വീഴും. അപ്പുറത്തെ പൂവിൽ നടന്നു, പക്ഷെ ഒരേ ചെടിയിലാണ്. പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ 2 ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ്. ഒരേ ചെടിയുടെ 2 പൂക്കളിൽ സ്വപരാഗണം നടക്കുന്നു. ഓക്കെ. ഇനി അടുത്തത്, ഒരു ചെടി ഇവിടെ നിൽക്കുന്നുണ്ട്, ഇനി ഒരു ചെടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള പോളൻ ഗ്രെയിൻസ്, അതായത് പരാഗരേണുക്കൾ
പറന്ന് ചെന്ന് അല്ലെങ്കിൽ മറ്റേ ബട്ടർഫ്ലൈ വിങ് പൂമ്പാറ്റയുടെ കാലിൽ തൂക്കി പിടിച്ച് ശരീരത്തിൽ തൂങ്ങി പിടിച്ച് അല്ലെങ്കിൽ പ്രാണികളുടെ ശരീരത്തിൽ തൂങ്ങി പിടിച്ചിട്ട് അപ്പുറത്തെ ചെടിയുടെ പൂക്കളിൽ പോയി പതിക്കും. അപ്പുറത്തെ ചെടിയുടെ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു ഫ്ലവേഴ്സ് ഓഫ് ഡിഫറൻറ്റ് പ്ലാന്റ്. അതേ വർഗമായി ഇരിക്കണം കേട്ടോ. വേറെ ചെമ്പരത്തി പൂ പോയിട്ട് റോസാപ്പൂവിൽ വീണിട്ട് ഒരു കാര്യമില്ല. ചെമ്പരത്തി പൂ ഗോസ് ടു അനദർ ചെമ്പരത്തി പൂ, റോസാപ്പൂ ഗോസ് ടു അനദർ റോസാപ്പൂ. പോളൻ ഗ്രെയിൻ ഓഫ് മുല്ലപ്പൂ ഷുഡ് ഗോ ടു അനദർ മുല്ലപ്പൂ. ഇനി അതിന്റെ അർത്ഥം ചെമ്പരത്തി പൂവിൽ പോയി വീഴില്ല എന്നാണോ? വീഴും, കാര്യമില്ല, ഒന്നും നടക്കില്ല അവിടെ, അത്രേ ഉള്ളൂ. അപ്പൊ അതേ വർഗത്തിൽപ്പെട്ട രണ്ട് സസ്യങ്ങളിലെ രണ്ട് പൂക്കൾക്കിടയിൽ രണ്ട് സസ്യങ്ങൾ, ഇത് ചെടി ഈ ചെടിയിൽ പൂവുണ്ട്, ഈ ചെടിയിൽ പൂവുണ്ട്, ഇവിടെ നിന്ന് ഈ ചെടിയിലെ പൂവിൽ നിന്നും മറ്റേ ചെടിയുടെ പൂവിലേക്ക് ഇവിടെ നിന്ന് പരാഗരേണുക്കൾ ഇവിടത്തെ പരാഗണ സ്ഥലത്ത് സ്റ്റിഗ്മയിൽ പോയി വീണു. ഇവിടെ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് വെന്റ് ടു സ്റ്റിഗ്മ ഓഫ് ദി അതർ പ്ലാന്റ്. ഇങ്ങനെ 3 രീതിയിൽ ശരിക്കും പോളിനേഷൻ നടക്കും. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഇൻ വിച്ച് ട്രാൻസ്ഫറൻസ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഹാപ്പൻസ്. പരാഗരേണുക്കൾ മറ്റൊരു ചെടിയിൽ പോയി വീഴുന്നതിന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പോയി വീഴുന്നതിനെയാണ് പോളിനേഷൻ എന്ന് നമ്മൾ പറയാം. അപ്പൊ ഇതിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ എന്നും ക്രോസ് പോളിനേഷൻ എന്നും പറയും. സെൽഫ് പോളിനേഷൻ എന്താ? സ്വപരാഗണവും പരപരാഗണവും. അപ്പൊ സ്വപരാഗണം എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് to the stigma of the same flower or the stigma of another flower in the same plant is called self pollination. ഒരു പൂവിലെ നമ്മൾ തൊട്ട് മുന്നേ കണ്ടു, ഇത് രണ്ടും, അതായത് pollen grains got transferred to the same flower. ഒരേ പൂവിൽ തന്നെ പരാഗണം നടന്നു, അല്ലെങ്കിൽ ഒരേ ചെടിയിലെ മറ്റൊരു പൂവിൽ പരാഗണം നടന്നു. ഇത് രണ്ടും സെൽഫ് പോളിനേഷൻ ആണ്. ഇത് രണ്ടും സ്വപരാഗണമാണ്. ഓക്കെ, ഇത് രണ്ടും സ്വപരാഗണമാണ്. എന്നാൽ ഇതാണ് ക്രോസ് പോളിനേഷൻ. ഇങ്ങനെ അപ്പുറത്തെ ചെടിയിൽ പോയി നടക്കുന്നതാണ് ക്രോസ് പോളിനേഷൻ, പരപരാഗണം എന്ന് പറയുന്നത്. പരപരാഗണം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്നും കൂടി നോക്കാം, അപ്പുറത്ത് നോക്കാം. ഒരു പൂവിലെ പരാഗരേണു, അതായത് ഒരു പൂവുണ്ട്, ആ പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പോയി നിൽക്കുന്നത്, അതിനെ നമ്മൾ സ്വപരാഗണം എന്ന് പറയും. ഒരേ ചെടിയിലെ ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ ചെടിയിലെ മറ്റൊരു പൂവിലെ പരാഗണ സ്ഥലത്ത് പോയി പതിക്കുന്നതിനെയും സ്വപരാഗണം എന്ന് പറയും. അപ്പൊ അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം സ്റ്റിഗ്മ ഓഫ് വൺ ഫ്ലവർ ടു ദ സെയിം ഫ്ലവർ, transfer of pollen grains to the stigma of the same flower is known as, okay, ആന്തറിൽ നിന്നും അതേ ചെടിയുടെ തന്നെ സ്റ്റിഗ്മയിൽ, ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് അതേ ചെടിയുടെ സ്റ്റിഗ്മയിൽ പോയി വീഴുന്നതിനെ സ്വപരാഗണം എന്ന് പറയും. ഓർ അതേ ചെടിയിലെ മറ്റൊരു പൂവിന്റെ സ്റ്റിഗ്മയിൽ പോയി വീഴുന്നതിനെ നമ്മൾ തൊട്ട് മുന്നേ കണ്ടിരിക്കുന്ന പടം, ഇതിനെ രണ്ടിനെയും സ്വപരാഗണം എന്ന് നമ്മൾ പറയും. ക്രോസ് പോളിനേഷൻ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം വൺ ഫ്ലവർ to the stigma of another flower in another plant. വേറെ തന്നെ ചെടിയിലെ പൂവിലെ സ്റ്റിഗ്മയിൽ പോയി വീഴുന്നത്. ഒരു പൂവിൽ നിന്നും പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ പൂവിന്റെ പരാഗണ സ്ഥലത്ത് പോയി പതിക്കുന്നതിനെ പരപരാഗണം എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇൻ ഡൈഷ്യസ് പ്ലാന്റ്സ് ഓൺലി ക്രോസ് ഏതാണ് ശരി എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പോളിനേഷനെ പറ്റിയിട്ട് 2 പ്രസ്താവനകൾ താഴെ പറഞ്ഞിട്ടുണ്ട്. അതിന് വിശകലനം ചെയ്തിട്ട് ശരിയായവയ്ക്ക് നേരെ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ ഡൈഷ്യസ് പ്ലാന്റ്സ് ഓൺലി ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ്. ഏകലിംഗ സസ്യങ്ങളിൽ പരപരാഗണം മാത്രം നടക്കുന്നു. ഇൻ മോണീഷ്യസ് പ്ലാന്റ്സ് ഓൺലി ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ്. ദ്വിലിംഗ സസ്യങ്ങളിൽ പരപരാഗണം മാത്രമാണ് നടക്കുന്നത്. both self pollination and cross pollination take place in bisexual flowers. നോക്കിക്കോ, ഡൈഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏകലിംഗ സസ്യങ്ങൾ. ഇതില് ആൺപൂവ് മാത്രം, അതുപോലെ തന്നെ അപ്പുറത്തേല് പെൺപൂവ് മാത്രം. വേറൊരു ചെടിയില് സസ്യങ്ങളാണ്. ഇതൊരു പ്ലാന്റ് 1, ഇത് പ്ലാന്റ് 2. അപ്പൊ ഇതിൽ ക്രോസ് അവന്റെ ചെടിയിൽ വന്ന് വീഴാൻ സ്റ്റിഗ്മ ഇല്ല. ആണും പെണ്ണും ഒന്നിലല്ല ഉള്ളത്, അപ്പുറത്തെ ചെടിയിലേ ഉള്ളൂ അല്ലെ. അതാണ് ഡൈഷ്യസ് പ്ലാന്റ്സ്. അതുകൊണ്ട് ഇതില് അപ്പുറത്തെ ചെടിയിലെ പൂവിൽ പോയി വീഴുന്നതാണ് ക്രോസ് പോളിനേഷൻ.
ഒരെണ്ണത്തിലെ പരാഗണങ്ങൾ, അതായത് പോളൻ ഗ്രെയിൻസ് അപ്പുറത്തെ ചെടിയിലെ സ്റ്റിഗ്മ, പരാഗരേണുക്കൾ അപ്പുറത്തെ ചെടിയിലെ പരാഗണ സ്ഥലത്ത് സ്റ്റിഗ്മയിൽ പോയി വീഴുന്നതിനെയാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയാം. അപ്പൊ ദിസ് ഇസ് കറക്റ്റ്. ഏകലിംഗ സസ്യങ്ങളിൽ പരപരാഗണം മാത്രമേ നടക്കുള്ളൂ. മൊണീഷ്യസ് പ്ലാന്റ്സിൽ ആണും പെണ്ണും ഒരെണ്ണത്തിൽ തന്നെ ഉണ്ടാവും അല്ലെ? അവിടെ ക്രോസ് പോളിനേഷൻ അല്ല. ഈ ചെടിയിൽ നിന്നും അതേ ചെടിയിലുള്ള മറ്റൊരു പൂവിൽ പോയി പോളൻ ഗ്രെയിൻ വീണാലും അങ്ങനെ പരാഗണം നടന്നാലും, അതായത് ഒരേ ചെടിയിലെ ആൺപൂവിൽ നിന്നും പെൺപൂവിലേക്ക് പരാഗരേണുക്കൾ പോയാലും, പോളൻ ഗ്രെയിൻസ് പോയാലും അതിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ, സ്വപരാഗണം എന്ന് പറയും. ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് നടക്കില്ല എന്നല്ല, ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരിക്കലും ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ രണ്ടാമത്തത് തെറ്റാണ്. ഇൻ മൊണീഷ്യസ് ആൺ ആൻഡ് പെണ്ണ് ഫ്ലവേഴ്സ് ആർ ദെയർ ഇൻ ദ സെയിം പ്ലാന്റ്. അതുകൊണ്ട് തന്നെ സെൽഫ് പോളിനേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ക്രോസ് പോളിനേഷൻ ഓൾസോ ക്യാൻ ടേക്ക് പ്ലേസ്. സ്വപരാഗണം പരപരാഗണം നടക്കാൻ സാധ്യതയുണ്ട്. ഇൻ സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ, അല്ല, ബോത്ത് സെൽഫ് പോളിനേഷൻ ആൻഡ്, അപ്പൊ ആദ്യത്തത് ശരി, രണ്ടാമത്തത് തെറ്റ്. സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. നോക്കട്ടെ പിള്ളേരെ, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഒരു പൂവ് പെൺപൂവ്, അതുപോലെ തന്നെ വേറൊരു പൂവ് ആൺപൂവ്, ആൺഭാഗം മാത്രമുള്ളത്. ഇത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാണ് പറയാം. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അതേസമയം നമ്മള് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ടും ഉണ്ടാവും, പെണ്ണും ഉണ്ടാവും പെൺഭാഗങ്ങളും ഉണ്ടാവും, അതുപോലെ നമ്മുടെ ചെമ്പരത്തി പൂവ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ പറയുന്നത് പോലെ പോളൻ ഗ്രെയിൻസ്, ചെമ്പരത്തി പൂവിൽ എങ്ങനെയാ, പോളൻ ഗ്രെയിൻസ് ക്യാൻ ഫോൾ ടു ദ സെയിം ഫ്ലവർ, സോ പരാഗണം നടക്കും. അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു ചെമ്പരത്തി പൂവുണ്ട്, അതിലേക്ക് അപ്പുറത്തെ വീട്ടിലെ ചെടിയില് ഒരു ചെമ്പരത്തി പൂവുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു പൂമ്പാറ്റ ചെമ്പരത്തിയില് വന്നിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നും പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ വെച്ച് പോയിട്ട് അവിടെയും പോയിട്ട് ഇരുന്നു ചെമ്പരത്തി പൂല. അപ്പൊ എന്ത് നടന്നു, ക്രോസ് പോളിനേഷൻ നടന്നു. ദ്വിലിംഗ പുഷ്പങ്ങളിൽ ബൈസെക്ഷൽ, ദിസ് ഇസ് ബൈസെക്ഷൽ. ഇൻ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, ദ്വിലിംഗ പുഷ്പങ്ങളിൽ സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ ക്യാൻ ടേക്ക് പ്ലേസ്. അപ്പൊ ഇതും ശരിയാണ്, ബട്ട് രണ്ടാമത്തത് തെറ്റാണ് ഗൈസ്, രണ്ടാമത്തത് തെറ്റാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം. ഓക്കെ, നിർത്താം. അപ്പൊ നേച്ചർ വിച്ച് എൻകറേജസ് ക്രോസ് പോളിനേഷൻ. ഒരു ചെമ്പരത്തി ഉണ്ട്, ആ ചെമ്പരത്തിയിൽ നിന്നും പൂമ്പൊടി അങ്ങനെ മോളിൽ പോയി വീഴുന്നതല്ലേ സൗകര്യം? പ്രകൃതിക്ക് ഏറ്റവും എളുപ്പമല്ല. പ്രകൃതി മടിയനല്ല. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നും അതാണ് ഏറ്റവും എളുപ്പം. പക്ഷെ പ്രകൃതിക്ക് എപ്പോഴും വൈവിധ്യം വേണം, ഡൈവേഴ്സിറ്റി വേണം. എപ്പോഴാ ഡൈവേഴ്സിറ്റി? ഇപ്പൊ ഇവിടെ ഒരു ചുവന്ന ചെമ്പരത്തി ഉണ്ട്, ഈ ചുവന്ന ചെമ്പരത്തിയിലുള്ള പരാഗരേണുക്കൾ, പോളൻ ഗ്രെയിൻസ് അതേ സ്റ്റിഗ്മയിൽ പോയി വീണ എന്ത് സംഭവിക്കും? ചുവന്ന ചെടി മാത്രമേ ഉണ്ടാവൂ. പക്ഷെ ഇവിടെ നിന്നും പോയി ഒരു വെള്ള ചെടിയിൽ പോയി വീണു എന്ന് വിചാരിച്ചോ, അപ്പുറത്തെ വീട്ടിലെ വെള്ള ചെമ്പരത്തിയിൽ പോയി വീണ അവിടെ ട്വിസ്റ്റ് ആണ്. അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വേറൊരു കളറ് ചിലപ്പോൾ ഉണ്ടാവാം. അതേപോലെ വലിപ്പം വേറെ രീതിയിലായിരിക്കും. ഇതിന് വലിപ്പ കുറവാണ്, അപ്പുറത്തെ വെള്ളപ്പൂ ഭയങ്കര വലുതാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ചെറിയ വെള്ളപ്പൂ ചിലപ്പോൾ ഉണ്ടാവാം. അവരുടെ കുട്ടി എന്ന് പറയുന്നത് ചെറിയ വെള്ളപ്പൂവായിരിക്കും, അല്ലെങ്കിൽ വലിയ ചെമ്പരത്തി പൂവായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ നിറം, സാധാരണ വേറെ ഒന്നോ രണ്ടോ, ചില ചെടികളിലെ മിക്സഡ് നിറം വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിറമായിരിക്കും സാധാരണ വരുന്നത്. അപ്പൊ പല വെറൈറ്റി ഉണ്ടാവും എന്ന് പറയാം. അപ്പൊ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിക്ക് സെൽഫ് പോളിനേഷൻ, സ്വപരാഗണം ഇഷ്ടമല്ല. പ്രകൃതി പറയും നിങ്ങൾ ക്രോസ് പോളിനേഷൻ ചെയ്യും, നിങ്ങൾ അപ്പുറത്ത് പോയി വീണാൽ മതി, പരപരാഗണം ചെയ്താൽ മതി, പ്രകൃതി പറയും. സോ നേച്ചർ ഇറ്റ് സെൽഫ് പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. നേച്ചർ പറയും നോ, ഐ വിൽ നോട്ട് അലൗ സെൽഫ് പോളിനേഷൻ, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ സ്വപരാഗണത്തിനെ തടയും എന്ന് പ്രകൃതി തന്നെ പറയും. അതിനു വേണ്ടിയിട്ട് പ്രകൃതി പ്ലാന്റ്സിന്റെ അടുത്ത്, സസ്യങ്ങളിലെ പല മെത്തേഡ്സ് ഉണ്ട്, പല അങ്ങനെ സ്വപരാഗണം നടക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ പല കാര്യങ്ങളും ഉണ്ട്, ചെടികളിൽ പല മെത്തേഡ്സും അവർ സ്വീകരിക്കുന്നു പറയാം. സോ നേച്ചർ ഇറ്റ് സെൽഫ് പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. നേച്ചറിന് ഇഷ്ടമല്ല സെൽഫ് പോളിനേഷൻ, ഈ പറയുന്ന പോലെ നേച്ചറിന് ഇഷ്ടമല്ല. ആൻഡ് ഇറ്റ് എൻകറേജസ് ക്രോസ് പോളിനേഷൻ. എന്തുകൊണ്ടാ? പരപരാഗണമാണ് പ്രകൃതിക്ക് ഇഷ്ടം. കാരണം ഇറ്റ് പ്രൊഡ്യൂസസ്
മോർ ബെറ്റർ ആൻഡ് ഡൈവേഴ്സ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്. ഇത് ഒരു വീക്ക് പൂവാണ്, വീക്ക് ചെടിയാണ്, അപ്പുറത്തത് നല്ല സ്ട്രോങ് ചെടിയാണ് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ചെടിയുടെ ട്രേറ്റ്സ് ആയിരിക്കും വരുന്നത്. കുഞ്ഞു പ്ലാന്റിന് സ്ട്രോങ് ചെടിയുടെ ട്രേറ്റ്സ് കുറച്ചും കൂടി വരും. അപ്പൊ ബെറ്റർ പ്ലാന്റ്സ് ആയിരിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. അപ്പൊ ക്രോസ് പോളിനേഷൻ ഇസ് ഓൾവേസ് ബെറ്റർ. ഇൻ ഫ്ലവേഴ്സ് ഓഫ് സം പ്ലാന്റ്സ് മെയിൽ ആൻഡ്, അപ്പൊ ഈ സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട്, സെൽഫ് പോളിനേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണുള്ളത്? അപ്പൊ ചെമ്പരത്തി എടുത്തു വെച്ചാൽ മെയിൽ പാർട്ടും ഉണ്ട്, ഫീമെയിൽ പാർട്ടും ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ വേറെ സമയത്താണ് മെച്ചുവർ ആവുന്നത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ വേറെ സമയത്താണ് മെച്ചുവർ ആവുന്നത്. അപ്പൊ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സാധനം പോയിട്ട് ഇത് മെച്ചുവർ ആയി, പരാഗരേണുകൾ ഉണ്ടായി, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഈ പറയുന്ന പോലെ പരാഗരേണുകൾ ഉണ്ടാക്കി, പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കി, അത് പോയി ഫീമെയിലിന് വേണ്ടിയിട്ട് കാര്യമില്ല, കാരണം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മെച്ചുവർ ആയില്ല, പെൺ പ്രത്യുൽപാദന അവയവം മെച്ചുവർ ആയില്ല, അപ്പൊ കുട്ടികൾ ഉണ്ടാവില്ല. സ്വന്തമായിട്ട് മറ്റേ ഒരേ ഇതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. നോക്കിയേ, മലയാളം കൂടി വായിക്കട്ടോ. പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതി. സസ്യങ്ങളിൽ മെച്ചപ്പെട്ടതും വൈവിധ്യമാർന്നതുമായ ഇനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല വൈവിധ്യം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി തന്നെ സ്വപരാഗണത്തിനെ തടയും, എന്നിട്ട് പരപരാഗണത്തിനെ പ്രോത്സാഹിപ്പിക്കും. ചില ചെടികൾ, ചില സസ്യങ്ങളിൽ പൂക്കൾ, അതെങ്ങനെയാത്? ആദ്യത്തെ മെത്തേഡ് എന്താ? ചില പ്ലാന്റ്സില് പൂക്കളില് എന്ത് ചെയ്യും? ആണും പെണ്ണിന്റെയും ലിംഗാവയവം വ്യത്യസ്തമായ സമയത്താണ് പാകമാവുന്നത്. ചിലപ്പോ പെണ്ണാദ്യം പാകവും, ചിലപ്പോ ആണാദ്യം പാകം. പെണ്ണാദ്യം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആൺബീജം വരുമ്പോഴത്തേക്കും റെഡി. ഓക്കെ, ഇവിടെയാണ് ആൺബീജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺബീജം റെഡിയായി പോയി പെണ്ണിൽ വീണിട്ട് പെണ്ണ് മെച്ചുവർ ആയില്ല, പാകായില്ല, അപ്പൊ ഈ പറയുന്ന പോലെ കാര്യമില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇനി അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻ സം ഫ്ലവേഴ്സ്, in flowers of some plants, male and female reproductive organs mature at different times. For example, sunflower, the development of penne gynoecium is completed only after the stamen has reached full maturity. ആദ്യം ആണ് stamen, ഫസ്റ്റ് ആൺ റെഡി ആവും സൺഫ്ലവറില്. സൂര്യകാന്തി പൂവില് ആദ്യം കേസരം പൂർണ്ണ വളർച്ച നേടും, സ്റ്റേമൻ റെഡിയാവും. അപ്പൊ തന്നെ പൊട്ടും, പോളൻ ഗ്രെയിൻസ് എല്ലാം പല സ്ഥലത്തേക്ക് പോകും. മറ്റേ എന്താ പറയാ, പൂമ്പാറ്റകളും തേനീച്ചകളുടെയും മേത്ത് കൂടിയിട്ട് പോളൻ എല്ലാം പല വഴിക്ക് പോകും. അതേ ചെടിയിൽ എത്തിയാലും കാര്യമില്ല. അപ്പൊ സ്വപരാഗണം അവിടെ മര്യാദയ്ക്ക് വർക്ക് ആവില്ല എന്ന് പറയാം. എന്താ കാര്യം? ഒന്നും കൂടി, ഗൈനീഷ്യം രണ്ടാമതാണ് മെച്ചുവർ ആവുന്നത്. പെൺ പ്രത്യുൽപാദന അവയവം രണ്ടാമതാണ് മെച്ചുവർ ആവുന്നത്. ഏതില്? സൂര്യകാന്തി പോലെ ആദ്യം ആൺ പ്രത്യുൽപാദന അവയവം, സ്റ്റേമൻ ഫുൾ മെച്ചുവർ ആവും, എന്നിട്ട് ഗൈനീഷ്യം മെച്ചുവർ ആവും. അപ്പൊ ഉദാഹരണത്തിന് സൂര്യകാന്തി പൂവില് ഫസ്റ്റ് വളർച്ച നേടുന്നത് കേസരം, അതായത് ആൻഡ്രീഷ്യം. ഓക്കെ, ആൻഡ്രീഷ്യം. എന്നിട്ടേ രണ്ടാമത് ജനിപുടം മെച്ചുവർ ആവുള്ളൂ, അതായത് ഗൈനീഷ്യം മെച്ചുവർ ആവുള്ളൂ. ഓക്കെ, അതേ സമയം ഇനി അടുത്ത ചെടി നോക്കാം. അവക്കാഡോ എടുത്തു. അവക്കാഡോയില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാ, ഗൈനീഷ്യവും സ്റ്റേമനും, അതായത് അവക്കാഡോയില് ജനിപുടവും കേസരവും പല സമയത്താണ് ഇവര് മെച്ചുവർ ആവുന്നത്. മെച്ചൂരിറ്റി ഡെവലപ്മെന്റ് ഇസ് കംപ്ലീറ്റഡ് അറ്റ് ഡിഫറെന്റ് ടൈംസ്. വളർച്ച പൂർത്തിയാവുന്നത് പല സമയത്താണ്. അപ്പൊ ആദ്യം സൺഫ്ലവർ പഠിച്ചു, പിന്നെ നമ്മൾ അവക്കാഡോ പഠിച്ചു. ഇനിയുള്ളത് ഗ്ലോറിയോസ എന്ന് പറയുന്നത് സ്റ്റേമനും പുറംതിരിഞ്ഞിരിക്കുക, ആണ് അപ്പുറത്തോട്ട് നോക്കിയിരിക്കുന്നു, പെണ്ണ് ഇപ്പുറത്തോട്ട് നോക്കിയിരിക്കണം. സ്റ്റേമൻ ആൻഡ് ഗൈനീഷ്യം ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഒന്നിച്ച് ചേരാൻ ഭയങ്കര പാടാണ് അല്ലെ? മേന്തോന്നിയിൽ എന്നാണ് തോന്നുന്നു കേട്ടോ, എനിക്ക് ഉറപ്പില്ല. ഗ്ലോറിയോസയിൽ സ്വപരാഗണവും, എനിക്ക് ആ പേര് ഉറപ്പില്ല എന്നാട്ടോ പറഞ്ഞത്, മേന്തോന്നി. ഗ്ലോറിയോസ എന്ന് പറയുന്ന ചെടിയിൽ എങ്ങനെയാ ഉണ്ടാവുക? കേസരപുടവും ജനിപുടവും രണ്ട് ദിശയിലായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഗ്ലോറിയോസയില് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ സെൽഫ് പോളിനേഷൻ, സ്വപരാഗണം തടയുന്നത്. അപ്പൊ 3 ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിച്ചത്. കാരണം പ്രകൃതിക്ക് സെൽഫ് പോളിനേഷൻ, സ്വപരാഗണം ഇഷ്ടമല്ല. നേച്ചർ ഡസ് നോട്ട് ലൈക്ക് സെൽഫ് പോളിനേഷൻ. സൺഫ്ലവറിന്റെ കാര്യം പഠിച്ചു, അവക്കാഡോയുടെ കാര്യം പഠിച്ചു, ഗ്ലോറിയോസയുടെ കാര്യം പഠിച്ചു. സൂര്യകാന്തിയിലും അവക്കാഡോയിലും പല സമയത്താണ് ആൺ പ്രത്യുൽപാദനവയവും പെൺ പ്രത്യുൽപാദനവയവുമായ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും മെച്ചുവർ ആവുന്നത്, അതായത് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് പല സമയത്താണ്. ഗ്ലോറിയോസയില് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നോക്കിയിരിക്കും. സ്റ്റേമനും അതേപോലെ തന്നെ ഗൈനീഷ്യവും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് ഉള്ളത്. സോ ദാറ്റ് സെൽഫ് പോളിനേഷൻ ഇസ് പ്രൊഹിബിറ്റഡ്. ഓക്കെ, അപ്പൊ ഇത് നമ്മള്
എന്തൊക്കെയാണ് എടാ മക്കളെ ഇന്ന് പഠിച്ചത്? ഇന്ന് നമ്മൾ പോളിനേഷനെ പറ്റിയിട്ട് പഠിച്ചു. പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി, എന്താണ് പോളിനേഷൻ എന്നുള്ളത് പഠിച്ചു. പോളിനേഷന് സഹായിക്കുന്ന പൂക്കളുടെ കൂട്ടുകാരെ പറ്റിയിട്ട് പഠിച്ചു. പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നവരാണ് പോളൻ ഗ്രെയിൻസിന് അപ്പുറത്തോട്ട് കൊണ്ടിടുന്നത്, പരാഗരേണുക്കൾ അപ്പുറത്തോട്ട് കൊണ്ടിടുന്നത്. അത് രണ്ട് രീതി, ഡയബയോട്ടിക്, ബയോട്ടിക് ഉണ്ട്. ജീവിയവുമായിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കാറ്റ്, വിൻഡ്, കാറ്റും വെള്ളവും, വാട്ടർ, വിൻഡ്, ഇവരെ വഹിച്ചുകൊണ്ട് പോകുന്ന പൂക്കള്, അങ്ങനെയുള്ള പൂക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഉണ്ടാവില്ല, അതിന് പ്രത്യേകിച്ച് കളറും ഉണ്ടാവില്ല, തേനും ഉണ്ടാവില്ല, ഒന്നുമില്ല എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ജീവനുള്ളവയായ ബേർഡ്സിന്റെ കാര്യവും, അതുപോലെ തന്നെ പ്രാണികള് എന്തുകൊണ്ടാണ് പൂക്കളെ സഹായിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ, സ്വപരാഗണവും പരപരാഗണത്തിനെ പറ്റിയിട്ടും പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ മക്കള്. ഡൈഷ്യസ് പ്ലാന്റ്സിന്റെയും മോണീഷ്യസ് പ്ലാന്റ്സിന്റെയും കാര്യം ഒന്ന് നോക്കി വെച്ചോളൂ. ഇതിന്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, അപ്പൊ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ ക്രോസ് പോളിനേഷൻ ആണ് പ്രകൃതിക്ക് ഇഷ്ടം എന്നുള്ള കാര്യം ഓൾസോ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി നാളെ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് നോക്കും? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്തിലോട്ട് നമ്മൾ കടക്കും. ഓക്കെ, താങ്ക് യു ആൾ. എല്ലാവരും കമന്റിൽ പറയാം നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാവുണ്ടോ, ടീച്ചർ പഠിപ്പിക്കണ മനസ്സിലാവുണ്ടോ, വേറെ എന്തെങ്കിലും രീതിയിൽ പറയണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ വീഡിയോയില്. ഓക്കെ.